കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവന്നതിന് ശേഷം സംസ്ഥാന രാഷ്ട്രീയം സജീവമായ ചർച്ചകളിലേക്കും വിമർശനങ്ങളിലേക്കും കടക്കുകയുണ്ടായി. ഇടതുമുന്നണിക്ക് ചിലയിടങ്ങളിൽ നേരിട്ട തിരിച്ചടിയെക്കുറിച്ചുള്ള അവലോകനങ്ങൾക്കിടെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിവാദപരമായ പ്രസ്താവനകളും അവയോട് മുഖ്യമന്ത്രിയും LDF നേതൃത്വവും സ്വീകരിച്ച നിലപാടുമാണ് പ്രധാനമായും ചർച്ചാ വിഷയമായത്. ഈ വിമർശനങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ തനിക്കെതിരായ ആരോപണങ്ങൾക്ക് മറുപടിയുമായി വെള്ളാപ്പള്ളി നടേശൻ തന്നെ രംഗത്തെത്തുകയുമുണ്ടായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചില മേഖലകളിൽ പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിൽ ഇടതുമുന്നണിക്ക് നേരിട്ട തിരിച്ചടിക്ക് കാരണം വെള്ളാപ്പള്ളിയുടെ വിദ്വേഷപരമായ പരാമർശങ്ങൾ മുഖ്യമന്ത്രി തള്ളിപ്പറയാതിരുന്നതാണ് എന്നതായിരുന്നു പ്രധാന ആരോപണം. മുസ്ലിം സമുദായത്തെയും മലപ്പുറം ജില്ലയെയും ലക്ഷ്യമിട്ടുള്ള വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾ ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ ആശങ്കയും അതൃപ്തിയും ഉണ്ടാക്കി. ഈ വിവാദ പ്രസംഗങ്ങളെ മുഖ്യമന്ത്രിയും മറ്റ് LDF നേതാക്കളും അംഗീകരിക്കുന്ന രീതിയിലുള്ള നിലപാടാണ് സ്വീകരിച്ചതെന്ന വികാരം ശക്തമായി. ഇത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വിശിഷ്യ മലപ്പുറത്ത് മുന്നണിക്കെതിരെ തിരിയാൻ കാരണമായെന്നതായിരുന്നു വിലയിരുത്തൽ. CPM-ന്റെ ഉന്നത നേതൃത്വം പോലും വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾക്ക് അംഗീകാരം നൽകുന്ന സമീപനം സ്വീകരിച്ചത് ഈ വിമർശനങ്ങൾ ആളിക്കത്താൻ കാരണമായി. തനിക്കെതിരെ ഉയർന്ന രൂക്ഷമായ വിമർശനങ്ങളെയും പ്രചാരണങ്ങളെയും ശക്തമായി നേരിട്ടുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരണവുമായി രംഗത്ത് വന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പേരിൽ തന്നെ മാത്രം ചിലർ കുറ്റപ്പെടുത്തുന്നതിന്റെ പിന്നിലെ രാഷ്ട്രീയത്തെ അദ്ദേഹം ചോദ്യം ചെയ്തു. പാവപ്പെട്ട സമുദായക്കാരനായതുകൊണ്ടാണോ താൻ മാത്രം വേട്ടയാടപ്പെടുന്നതെന്ന ചോദ്യത്തിലൂടെ വിമർശനങ്ങൾക്ക് പിന്നിലെ സാമുദായിക രാഷ്ട്രീയത്തെ അദ്ദേഹം പരോക്ഷമായി സൂചിപ്പിച്ചു. താൻ ഉന്നയിച്ച കാര്യങ്ങളിൽ വസ്തുതകൾ ഉണ്ട് എന്ന് അദ്ദേഹം ആവർത്തിച്ചു. മുന്നണികൾ നടത്തുന്ന മതസാമുദായിക പ്രീണനത്തിനെതിരെ എല്ലാവരും പ്രതികരിക്കാറുണ്ട്. ന്യൂനപക്ഷ പ്രീണനത്തിനെതിരെ താൻ മാത്രമല്ല NSS നേതൃത്വവും പ്രതികരിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയുണ്ടായി. താൻ ഉന്നയിച്ച വസ്തുതാപരമായ കാര്യങ്ങളെ മറച്ചുവെച്ച് വർഗീയ പ്രചാരണം നടത്തുന്നത് മുസ്ലിം ലീഗാണെന്നും കോൺഗ്രസ് ഇതിന് പിന്തുണ നൽകുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിഷയത്തിൽ അദ്ദേഹം തന്റെ മുൻ നിലപാടിൽ ഉറച്ചു നിന്നു. മലപ്പുറത്ത് ഇതര സമുദായക്കാർക്ക് ഒരു കുടിപ്പള്ളിക്കുടം പോലും നൽകാത്തതിനെ കുറിച്ച് താൻ പറഞ്ഞത് വസ്തുതയല്ലേ എന്നും അത് പറയുന്നതിൽ എന്താണ് തെറ്റെന്നും അദ്ദേഹം ചോദിച്ചു. വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണത്തിന്റെ പ്രധാന ഭാഗം കോൺഗ്രസിനും മുസ്ലിം ലീഗിനും എതിരെയായിരുന്നു. 24 മണിക്കൂറും വർഗീയത പ്രസംഗിക്കുന്ന ലീഗിനെ കൂടെ കൂട്ടി കോൺഗ്രസ് അവരുടെ വ്യക്തിത്വം നശിപ്പിക്കുകയാണ് എന്ന് അദ്ദേഹം ആരോപിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന വലിയ പാരമ്പര്യമുള്ള കോൺഗ്രസ് നേതൃത്വം ഈ വസ്തുത തിരിച്ചറിയുന്നില്ലെന്നും അവർ ലീഗിന് അടിമപ്പെടുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. അതുപോലെ ശബരിമലയുമായി ബന്ധപ്പെട്ട ആഗോള അയ്യപ്പ സംഗമത്തിന് SNDP യോഗം മാത്രമല്ല NSS-ഉം പിന്തുണ നൽകിയിരുന്നു. അവർ പ്രതിനിധിയെ അയക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും SNDP യോഗം ജനറൽ സെക്രട്ടറിയെ മാത്രം കുറ്റപ്പെടുത്തുകയും NSS-നെ ഒഴിവാക്കുകയും ചെയ്യുന്നതിലെ ഇരട്ടത്താപ്പ് മനസ്സിലാകുന്നില്ലെന്നും എന്തുകൊണ്ടാണ് NSS-നെ കുറ്റപ്പെടുത്താത്തതെന്നും അദ്ദേഹം ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ താൻ യാത്ര ചെയ്തതിനെ പരിഹസിക്കുന്നവരെയും അദ്ദേഹം വിമർശിച്ചു. അതിനേക്കാൾ വലിയ കാർ ഉള്ളവനാണ് ഞാൻ, മുഖ്യമന്ത്രിയോടൊപ്പം ഇരിക്കാതിരിക്കാൻ എനിക്കെന്താ അയിത്തമുണ്ടോ എന്ന ചോദ്യത്തിലൂടെ തന്റെ സൗഹൃദങ്ങളെ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കുന്നതിലെ അസംബന്ധം അദ്ദേഹം തുറന്നുകാട്ടി. പറയുന്ന കാര്യങ്ങളുടെ വസ്തുത നോക്കാതെ വർഗീയമായി വഴിതിരിച്ചുവിടുന്ന പ്രവണതയാണ് ഇപ്പോൾ കാണുന്നതെന്നും ഭൂരിപക്ഷ സമുദായക്കാർ പറയുന്നത് വർഗീയതയും ന്യൂനപക്ഷക്കാർ പറയുന്നത് മതേതരത്വവുമാണെന്ന രീതിയിലുള്ള പ്രചാരണമാണ് അപകടകരമെന്നും വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു. വെള്ളാപ്പള്ളി വിഷയത്തിൽ CPM സ്വീകരിച്ച നിലപാട് ഇടതു മുന്നണികൾക്കുള്ളിൽ തന്നെ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ RSS-ന്റെ നാവാണെന്നും അദ്ദേഹം നടത്തുന്ന വിദ്വേഷ പ്രചാരണത്തിന്റെ ആത്യന്തിക നേട്ടം NDA-ക്കാണെന്നും CPM നേതൃത്വത്തിന് തിരിച്ചറിയാനായില്ല എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടായി. ഈ പശ്ചാത്തലത്തിലാണ് CPI മുഖപത്രമായ ജനയുഗം മുഖപ്രസംഗത്തിലൂടെ സർക്കാരിനെയും CPM-നെയും പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിലും വെള്ളാപ്പള്ളിയുടെ ന്യൂനപക്ഷ വിരുദ്ധ സമീപനങ്ങളിലും CPM മൃദു സമീപനം സ്വീകരിച്ചതാണ് തിരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമെന്ന് വിമർശനം നിലനിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു ജനയുഗത്തിന്റെ പ്രതികരണം. നൂറ്റാണ്ടിലേറെ നീണ്ട സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുമ്പോഴും മതമൗലികവാദമടക്കം പ്രതിലോമ ചിന്തകൾ ഇപ്പോഴും സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു. മതബോധത്തോടും ജാതീയതയോടും മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയം പാലിക്കേണ്ട അകലം പാലിക്കുന്നില്ലെന്നും അത്തരം ശക്തികളോടും മൃദു സമീപനം കൈക്കൊള്ളുന്നുവെന്നുമുള്ള തോന്നലും പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും പ്രചാരണങ്ങളും ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ വിവിധ ജനവിഭാഗങ്ങളിൽ ആശങ്ക വളർത്തുക സ്വാഭാവികമാണ് എന്നും മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടി. LDF സർക്കാർ സമീപകാലത്ത് കൈക്കൊണ്ട ചില നടപടികളെങ്കിലും വിവിധ ജനവിഭാഗങ്ങളിൽ ആശങ്കയും സംശയവും ജനിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് ബന്ധപ്പെട്ടവർ പുനർവിചിന്തനത്തിന് വിധേയമാക്കണമെന്ന ശക്തമായ ആവശ്യത്തോടെയാണ് ജനയുഗം ലേഖനം അവസാനിപ്പിച്ചത്.
തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തുവന്നതോടെ കേരള രാഷ്ട്രീയം സാമുദായിക വിഷയങ്ങളെ മുൻനിർത്തിയുള്ള വലിയ ചർച്ചകൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പ്രസ്താവനകളും അതിനോടുള്ള CPM നേതൃത്വത്തിന്റെ പ്രതികരണവുമാണ് വിമർശനങ്ങൾക്ക് കാരണമായത്. ഈ വിഷയത്തിൽ CPI പരസ്യമായി വിമർശനവുമായി രംഗത്ത് വന്നത് ഇടതു മുന്നണിക്കുള്ളിലെ നിലവിലെ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നുമുണ്ട്. അതേസമയം തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ ശക്തമായി പ്രതിരോധിച്ച വെള്ളാപ്പള്ളി തന്റെ വാക്കുകളിൽ ഉറച്ചു നിൽക്കുകയും തനിക്കെതിരെ നടക്കുന്ന പ്രചാരണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വാദിക്കുകയും ചെയ്തു.